നമസ്കാരം. തന്ത്ര ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തന്ത്രശാസ്ത്രത്തിൻ്റെ ശൈവ സമ്പ്രദായങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ബേസിക്സൊക്കെ പറഞ്ഞു. ഈ പ്രാവശ്യം നമ്മൾ ഇന്ന് പഠിക്കുന്നത് പാശുപത ശൈവസത്തെക്കുറിച്ചാണ്. ഓൾഡസ്റ്റ് സോഴ്സ് ഓഫ് ഓൾ താന്ത്രിക് ഫിലോസഫി എന്ന് പറയുന്നത് ഏറ്റവും പ്രാചീനമായിട്ടുള്ള സോഴ്സ്, തന്ത്രശാസ്ത്രത്തിൻ്റെ സോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പാശുപത ശൈവസത്തിൽ നിന്നുമാണ് എന്നാണ് പണ്ഡിതമതം. നമുക്ക് ശിവശാസ്ത്രനെ തൽക്കാലം രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മന്ത്രമാർഗമെന്നും രണ്ട് ആദിമാർഗമെന്നും. ഈ ആദിമാർഗത്തിൻ്റെ കീഴിലാണ്, അത് കൂടുതലും ശൈവ സന്യാസികളെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ആദിമാർഗത്തിൻ്റെ കീഴിലാണ് പാശുപതം വരുന്നത്, കാപാലികം വരുന്നത്, അതുപോലെ തന്നെ കാലമുഖം വരുന്നത്, സൗമ്യം എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല, അത് വരുന്നതൊക്കെ. ഈ മന്ത്രമാർഗത്തിൻ്റെ കീഴിൽ കൂടുതലും ഗൃഹസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പാശുപത ശൈവിസം പൊതുവെ ദ്വൈത ശൈവിസമാണ്. ഏറ്റവും പ്രാചീനമായിട്ടുള്ള ദ്വൈത വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത്. ദ്വൈതം എന്ന് പറയുന്നത് ഭൗതികപരമായിട്ടുള്ള ജഡമല്ല. വേദാന്തികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചം മായ ജഡമാണെങ്കിൽ ഇതങ്ങനെയല്ല, ഇതും ഉള്ളതാണ് എന്നുള്ള ദ്വൈതവാദത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. പാശുപത ശൈവിസം സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന 5 കാര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാർത്ഥ സിദ്ധാന്തം എന്നും പാശുപത ശൈവിസത്തിന് വേറൊരു പേരുണ്ട്. ആദിമാർഗ ശൈവിസം പഠിക്കുമ്പം ഈ പാശുപത ശൈവിസം കൂടുതലും ശിവ ആഗമങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള 10 ശിവാഗമങ്ങളായിട്ടുള്ള ദ്വൈത സമ്പ്രദായത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ചില ടെക്സ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അല്ല, ഇത് രുദ്രാഗമങ്ങളുടെ ഒരു കലർപ്പും കൂടിയുണ്ട്, ദ്വൈത അദ്വൈത കലർപ്പും കൂടി ഇതിനകത്തുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ആക്ച്വലി അതങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ്വൈതമാണ്. പാശുപതം പൂർണ്ണമായിട്ടും, പാശുപത സമ്പ്രദായം പൂർണ്ണമായിട്ടും ദ്വൈത സമ്പ്രദായത്തിൽപ്പെട്ടത് തന്നെയാണ്. ലഘുലീശ പാശുപതമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ ദ്വൈതാദ്വൈതത്തിൻ്റെ ഒരു ചായ്വുള്ളത്, അല്ലെങ്കിൽ രുദ്രതന്ത്രത്തിൻ്റെ ഒരു ചായ്വ് ലഘുലീശ പാശുപതത്തിനാണുള്ളത്. ലഘുലീശ പാശുപതം എന്ന് പറയുന്നത് നമ്മളത് പഠിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാം. ഇവിടെ പാശുപതം എന്ന് പറയുന്ന, പാശുപത സെക്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ദ്വൈത സിദ്ധാന്തത്തെ ആസ്പദമാക്കിയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാശുപത സിദ്ധാന്തത്തിലെ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന പശുപതി മഹാദേവനാണ്. അതിനുള്ള സാധകൻ പശുവാണ്. ആ പശുപതിയായിരിക്കുന്ന മഹാദേവനിലേക്ക് പശുവിന് എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അവൻ്റെ പാശം തീരാൻ വേണ്ടിയിട്ടാണ്. പാശം കാരണമാണ്. കർമ്മം, കയറ് കെട്ടി വലിക്കുന്ന പോലെ കർമ്മം പശുപതിയിൽ നിന്നും പശുവിനെ അകറ്റി നിർത്തുന്നു. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗ എന്നുള്ള അർത്ഥത്തിലല്ല, മലയാളത്തിലെ പശുവല്ല. അപ്പോൾ ഇവിടെ സംസ്കൃതത്തിലെ പാശത്താൽ ബന്ധിതനായവൻ എന്നാണ് അർത്ഥം. അപ്പം പാശത്താൽ ബന്ധിതനായ പശുവിന് പശുപതിയിലേക്ക് അടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും ആ പാശത്തെ എങ്ങനെ നശിപ്പിച്ചുകൊണ്ട് ദുഃഖഹന്തം ആയിട്ടുള്ള, ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതുമാണ് ഈ പഞ്ചാർത്ഥങ്ങളായിട്ടുള്ള കാര്യങ്ങളിലൂടെ പാശുപത സിദ്ധാന്തം നമുക്ക് പറഞ്ഞു തരുന്നത്. പാശുപത സിദ്ധാന്തത്തിന് ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റുകൾ കുറവാണ്, അവൈലബിൾ അല്ല. കുറേയൊക്കെ ഇന്നും ഇരുട്ടിനുള്ളിൽ ഇരിക്കുകയാണ്. അത് പുറത്തേക്ക് വരുന്നൊരു കാലഘട്ടവും കൂടിയാണ്. എന്നാലും ശൈവാഗമങ്ങളിലെ 10 ടെക്സ്റ്റുകളാണ് ഇതിന് പ്രധാനമായിട്ടും എടുക്കുന്നത്. ബോണ്ടേജ് അഥവാ പാശം, അത് കാരണമായിരിക്കുന്ന സാധകൻ പശു, അതിൻ്റെ മാസ്റ്റർ സോഴ്സ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടിരിക്കുന്നത് പാശുപത ശൈവസത്തിൽ പശുപതി സ്ഥാനമാണ്, ദുഃഖഹന്തമായിട്ടുള്ള അവസ്ഥയുമാണ്.
അതുപോലെ തന്നെ ഈ സ്കോളേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഈ രാജശേഖരൻ, അതുപോലെ തന്നെ ഹരിഭദ്രസൂരി തുടങ്ങിയിട്ടുള്ള ഈ ശൈവ സ്കോളേഴ്സ് അവർ പറയുന്നത് ഈ ന്യായവൈശേഷിക ദർശനങ്ങളിൽ ഈ പാശുപത ശൈവസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളാണ്. താല്പര്യമുള്ളവർക്ക് അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത വഴികളിലൂടെ അന്വേഷിച്ച് നോക്കുകയും ചെയ്യാം. നമുക്കിനി എന്താണ് പഞ്ചാർത്ഥ പാശുപതം എന്നുള്ളത് നോക്കാം. പഞ്ചാർത്ഥങ്ങൾ, 5 അർത്ഥങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് പഞ്ചാർത്ഥങ്ങൾ, ഒന്നാമത്തേത് കാര്യം, എഫക്റ്റാണ്. രണ്ടാമത്തേത് കാരണം, മൂന്നാമത്തേത് റൂൾസ്, വിധി എന്ന് പറയും. നാലാമത്തേത് യോഗ, യൂണിയൻ. അഞ്ചാമത്തേത് പഞ്ചാർത്ഥ പാശുപതത്തിൻ്റെ അവസാന അവസ്ഥയായിട്ടുള്ള ദുഃഖഹന്താവസ്ഥ. ദുഃഖഹന്താവസ്ഥ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്. ഇവിടെ ദ്വൈതം എന്ന് പറയുന്നത് ശിവസമാനനാവുകയാണ്, ശിവനായി തീരുക എന്നുള്ളതല്ല. ഇവിടെ ശിവസമാനനാവുകയാണ്. അപ്പോൾ അവിടെ ശിവസമാനനാവുമ്പോൾ എന്താണ്, ദുഃഖമില്ലാത്ത അവസ്ഥയുണ്ടാവും എന്നുള്ളതാണ് ഇവിടുത്തെ പഞ്ചാർത്ഥം. എന്നാൽ ലഘുലീശ പാശുപതത്തിലെ ഈ പഞ്ചാർത്ഥ സിദ്ധാന്തങ്ങൾ തന്നെയാണ് ലഘുലീശന് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടുത്തെ ഐഡിയോളജി കുറച്ച് വ്യത്യാസമാണ്. നമുക്കിത് രണ്ടും കൂടി ഒന്ന് ലഘുലീശ പാശുപതം പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം. ഇവിടെ പഞ്ചാർത്ഥങ്ങൾ എന്ന് പറയുന്ന പാശുപത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനപ്പെട്ട 5 കാര്യങ്ങൾ എന്ന് പറയുന്നതിന് പഞ്ചാർത്ഥങ്ങൾ, അർത്ഥമുള്ള 5 കാര്യങ്ങളാണ്. അതൊന്നാമത്തേത് കാര്യം, രണ്ടാമത്തേത് കാരണം, മൂന്നാമത്തേത് വിധി അഥവാ റൂൾസ്, ഇത് ചെയ്യുന്നതിൻ്റെ റൂളുകൾ, മനസ്സിലായ റൂൾസ്. നാലാമത്തത് യോഗ, യൂണിയൻ എന്ന് പറയും. അഞ്ചാമത്തത് ദുഃഖഹാന്തി, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദുഃഖഹാന്തി എന്നുള്ള അവസ്ഥയുമാണ്. ഇവർ നമ്മുടെ സാധാരണ പറയുന്ന 4 അവസ്ഥകളിലൂടെ അല്ല പോകുന്നത്. 4 ഫോൾഡ് എയിം എന്ന് പറയത്തില്ലേ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന 4 അവസ്ഥകളാണ് നമ്മൾ പൊതുവെ 4 ഫോൾഡ് എയിം, മനുഷ്യൻ്റെ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ പാശുപത ശൈവസത്തിൽ 5 കാര്യങ്ങളാണ്, പഞ്ച പുരുഷാർത്ഥങ്ങളാണ് പറയുന്നത്. അതൊന്നാമത്തെ ബ്രഹ്മചര്യം തന്നെയാണ്, രണ്ടാമത്തെ ഗാർഹസ്ഥ്യമാണ്, മൂന്നാമത്തെ വാനപ്രസ്ഥമാണ്, നാലാമത്തേത് ഭിക്ഷ എന്ന് പറയുന്ന ഒരവസ്ഥയും, അഞ്ചാമത്തേത് സിദ്ധാശ്രമം എന്ന് പറയുന്ന ഒരവസ്ഥയും ഉണ്ട്. സന്യാസത്തെയാണ് അവർ സിദ്ധാശ്രമം, ആ സിദ്ധാവസ്ഥയിലെ സിദ്ധാശ്രമം എന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ബ്രഹ്മചാരിയാണ്, രണ്ടാമത്തേത് ഗാർഹസ്ഥ്യമാണ്. പ്രത്യേകിച്ച് പാശുപത ശൈവസത്തിൽ എല്ലാവരും ഒന്നും ആ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് ഇവിടെ പോകുന്നില്ല. പ്യുവർ പാശുപത ശൈവസത്തിൽ അങ്ങനെ കാണുന്നില്ല. അങ്ങനെ കൂടുതലും സന്യാസ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടിട്ടാണത് ഇതുവരെയുള്ള പഠനങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ലഘുലീശ പാശുപതത്തിൽ ഒരുപാട് പേര് ഗാർഹസ്ഥ്യമായിട്ട് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പോകുന്നുണ്ട്. അവിടെയും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബ്രഹ്മചാരി, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥ, ഭിക്ഷ, സിദ്ധാശ്രമം. അതായത് സന്യാസത്തിന് മുമ്പുള്ള വാനപ്രസ്ഥത്തെ ഒരു ഭിക്ഷ എന്നുള്ള വാക്കുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സിദ്ധാശ്രമം എന്ന് പറയുന്ന 5 കാര്യങ്ങളിലൂടെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മഹാദേവൻ്റെ, അതായത് പശുപതിയിലേക്ക് എത്തുമ്പം ഉള്ള ഈ പഞ്ചാർത്ഥങ്ങളിൽ ഏറ്റവും അവസാനത്തേതായിട്ടുള്ള ദുഃഖഹന്തി എന്നുള്ള അവസ്ഥയാണ് ഇത്. ഈ സിദ്ധാന്തത്തിൻ്റെ മെയിൻ. മോക്ഷമല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ മോക്ഷം എന്നുദ്ദേശിക്കുന്നത് ദുഃഖഹന്തി എന്ന് പറയുന്ന അവസ്ഥയാണ്, അല്ല ദുഃഖഹന്ത എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്താണത്? സഫറിങ് തീർന്ന് പശുപതിയോടൊപ്പം ഇരിക്കുന്ന അവസ്ഥ. പശുപതിയായി മാറുക എന്നുള്ളതല്ല, പശുപതിയോടൊപ്പം പശുപതിക്ക് സമമായി ഇരിക്കുക എന്നുള്ളതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ മെയിൻ. ഇത് പൊതുവെ ഒരു ദ്വൈതവാദമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ദ്വൈത അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അനവധി ഗ്രന്ഥങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങളും ഇൻഡോളജിക്കൽ റിസർച്ചുകളും പാശുപത സെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടെ പറയാം. ഈ ഭഗവാനിലേക്ക് എത്താനായിട്ടുള്ള വഴികളെ ഉപായം എന്നാണ് പറയുന്നത്. ആ 3 ഉപായങ്ങളെ അഭിനവഗുപ്തൻ്റെ തന്ത്രാലോകത്തെ ബേസ് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കൂടുതൽ വിഷയങ്ങളും ഇവിടെ കൺഫ്യൂഷൻ വന്നാലും ഒരേ വിഷയത്തിന് തന്നെ പല അഭിപ്രായങ്ങൾ വന്നാൽ ലാസ്റ്റ് ഞാൻ എടുക്കുന്നത് അഭിനവഗുപ്തൻ്റെ അഭിപ്രായമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ 5 മുഖത്തുനിന്ന് വന്ന ശിവശാസനയെ 3ആയിട്ട് തരംതിരിക്കും. അതിനും തൃക എന്നൊരു പേരുണ്ട് കേട്ടോ. ജെ.സി. ചാറ്റർജി പറഞ്ഞ തൃകയല്ല ഈ തൃക, അതിനും തൃക എന്നൊരു പേരുണ്ട്. അപ്പം അതെന്താണെന്നുള്ളത് നമുക്ക് തൃക ഫിലോസഫിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ, പല തരത്തിലുള്ള തൃകയുണ്ട്, അതൊക്കെ ഞാൻ അപ്പം ആ സമയത്ത് പറയാം. ഇവിടെ നമുക്ക് ഈ സിദ്ധാന്തത്തെ 3ആയിട്ട് തരംതിരിച്ചായിരുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞായിരുന്നു. ദ്വൈതം, അദ്വൈതം, ദ്വൈതാദ്വൈതം. ദ്വൈതത്തെ ഡ്യുവലെന്നും അദ്വൈതത്തെ നോൺ ഡ്യുവലെന്നും ദ്വൈതാദ്വൈതത്തെ
ഡ്യുവൽ ആൻഡ് നോൺ ഡ്യുവൽ എന്നും പറഞ്ഞു. ഇതിനെ അഭേദ ഉപായമെന്നും ഡ്യുവലിനെ പറയും. അല്ലെങ്കിൽ ഭേദ ഉപായമെന്ന് ഡ്യുവാലിറ്റിയെയും അഭേദ ഉപായമെന്ന് അഭേദമെന്ന് നോൺ ഡ്യുവാലിറ്റിയും പറയും. ഈ പലയിടത്തും ഇങ്ങനെ ഭേദം അഭേദം ഭേദാഭേദം എന്നൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. അതുപോലെ തന്നെ ചിലയിടത്ത് ശാംഭവോപായം എന്നായിരിക്കും പറയുന്നത്. ഭൈരവ സമ്പ്രദായങ്ങളെ അല്ലെങ്കിൽ ശിവപദ്ധതികളെ ശാംഭവോപായം എന്നായിരിക്കും പറയുന്നത്. ഇതിൻ്റെ മിക്സർ ദ്വൈതാദ്വൈതവാദത്തെ ശാക്തോപായം എന്നും ചിലയിടത്ത് ദ്വൈതവാദത്തെ ആണവോപായം എന്നും പറയുന്നുണ്ട്. ചിലയിടത്ത് ദ്വൈതത്തെ ശൈവശാസന അല്ലെങ്കിൽ ശൈവാഗമങ്ങളെ ബേസ് ചെയ്തെന്ന് കാണാം. എന്നാൽ ദ്വൈതാദ്വൈത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഭേദാഭേദ തലത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രുദ്രതന്ത്രങ്ങൾ എന്ന് പറയും. 28 രുദ്രതന്ത്രങ്ങൾ എന്നും പറയും. രുദ്രതന്ത്രങ്ങളെ ബേസ് ചെയ്തിട്ട് അല്ലെ രുദ്രശാസന എന്ന് പറയും. അടുത്തത് ഭൈരവശാസനയാണ്, ഭൈരവതന്ത്രങ്ങളാണ്. അത് അദ്വൈത ഫിലോസഫിയാണ്. ശാംഭവോപായത്തിൻ്റെ ഭാഗമായിട്ട് 64 തന്ത്രഗ്രന്ഥങ്ങളാണ് അതിനുള്ളത്. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട്. അപ്പം ഭേദ അല്ലെങ്കിൽ ഭേദ ഉപായം എന്ന് പറഞ്ഞാൽ ഡ്യുവലാണ്. അഭേദ അല്ലെങ്കിൽ അഭേദോപായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഡ്യുവലാണ്. ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സ്ചർ, ഭേദവും അഭേദവും കൂടെ ചേർന്നാണ് ദ്വൈതാദ്വൈതമാണ്. അപ്പം ഇത് 3 വഴിയിലൂടെയും ശൈവ സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന പാശുപത സിദ്ധാന്തം അപ്പോൾ ഏതിൽപ്പെടും? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അത് ദ്വൈത മതത്തിൽ പെടുന്നതാണ്. അത് ഭേദ ഉപായത്തിൻ്റെ ഭാഗവും ആണ്. ചില ടെക്സ്റ്റുകളിൽ ചിലയിടത്ത് പാശുപത സിദ്ധാന്തം എന്ന് പറയുന്നത് ദ്വൈതം മാത്രമല്ല അദ്വൈതമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാശുപതം എന്ന് പറയുമ്പോൾ തന്നെ ലഘുലീശ പാശുപതമാണ് അവർ എടുത്തുകൊണ്ട് വരുന്നത്. വാസ്തവത്തിൽ പാശുപതവും ലഘുലീശ പാശുപതവും പേരിൽ സാമ്യമുണ്ടെങ്കിലും ഈ പറഞ്ഞ പഞ്ചാർത്ഥങ്ങളെയാണ് അവർ ഫോളോ ചെയ്യുന്നത് എങ്കിലും സിദ്ധാന്തം ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഫിലോസഫിക്കൽ സൈഡ് ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ അവരുടെ പ്രാക്ടിക്കൽ സൈഡ് ബേസ് ചെയ്തിട്ടും അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ബേസ് ചെയ്ത് നോക്കിയാൽ ഈ പാശം പശുപതി തന്നെയും അതോടൊപ്പം തന്നെ ഇത് ബേസ് ചെയ്തുകൊണ്ട് പഞ്ചാർത്ഥങ്ങളിലൂടെ അൾട്ടിമേറ്റ് ആയിട്ട് എത്തുന്ന ദുഃഖഹന്തി എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ് ലഘുലീശ പാശുപതത്തിലും പറയുന്നത്. പക്ഷേ ലഘുലീശ പാശുപതത്തിലെ ദുഃഖഹന്തി എന്ന് പറയുന്നത് മോക്ഷമാണ്. ശിവസമമായിട്ടിരിക്കുക എന്നുള്ളതല്ല, ശിവനായി തീരുക എന്നുള്ളതാണ്. നമുക്കത് ആ സമയം പഠിക്കാം. അപ്പോൾ പാശുപത എന്ന് പറയുന്നത് ദ്വൈതവും ലഘുലീശ പാശുപതം എന്ന് പറയുന്നത് ദ്വൈത അദ്വൈതവും ആണ്. നമുക്ക് ലഘുലീശ പാശുപതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പാശുപത സിദ്ധാന്തത്തിൻ്റെ ഒരു ഫിലോസഫി, ഒരു കഥ, നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥ പറയാം. നല്ലതല്ലേ കഥ പറയുന്നത്? കഥ പറയുമ്പോൾ ഒരു രസവും കൂടിയാണ്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാടിനുള്ളിൽ അടിക്കുന്ന ഈ വെള്ള ജലാശയത്തിൽ തട്ടി വന്നടിക്കുന്ന കാറ്റിൻ്റെ തണുപ്പ് പോലെയാണ് വലിയ വിഷയങ്ങൾ കേൾക്കുമ്പോൾ, കഥകൾ കേൾക്കുമ്പോൾ നമുക്കൊരു കുളിർമയാണ്, ഒരു തണുപ്പാണ്. ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ ചില മോശ സാഹചര്യത്തിൽ കുറേ ഋഷിമാർ താമസിച്ചിരുന്നു. അപ്പം കുറച്ച് കാലം കഴിഞ്ഞ് പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഋഷിമാർക്ക് തപസ്സിനായിട്ട് അവരുടെ ആശ്രമങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ആശ്രമങ്ങളിലേക്ക് പോകേണ്ട സമയത്ത് ഗൗതമമുനി പറഞ്ഞു, വേണ്ട, പതുക്കെ പോയാൽ മതി, നിങ്ങളിവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു. നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളോട് ഇഷ്ടമുള്ളവർ നമ്മളോട് പറയുന്ന പോലെ സ്നേഹം കൊണ്ട് അതേ നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഒരുപാട് ഋഷിമാർക്കും മുനിമാർക്കും അത് പോകേണ്ടതായിട്ട് വന്നു. അപ്പം ഗൗതമമുനിയോട് അവരൊരു കള്ളം പറയും. ആ കള്ളം പിന്നീട് ഗൗതമമുനിക്ക് വളരെ ദുഃഖമുണ്ടാക്കുകയും അദ്ദേഹം മനസ്സറിയാതെ വിഷമിക്കുകയും ചെയ്യുമ്പം സാധനയ്ക്കായിക്കൊണ്ട് ഇത്രയും വലിയ കള്ളം പറഞ്ഞ ഇവരെ മറ്റ് ഋഷിമാരെ ഗൗതമമുനി ശാപിക്കും. നിങ്ങൾ യോഗഭ്രഷ്ടരായി പോകട്ടെ, നിങ്ങൾക്ക് സാധന ചെയ്യാനുള്ള ഭാഗ്യമില്ലാതായി പോകട്ടെ എന്ന്. ആ സമയത്ത് മറ്റ് ഋഷിമാർ കൈലാസത്തിൽ പോവുകയും പശുപതിയെ തപസ് ചെയ്യുകയും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന വഴിയായിട്ടാണ് പറയുന്നത് എങ്ങനെ ഈ പാശത്തിൽ നിന്ന്, ഈ ശാപമാകുന്ന പാശത്തിൽ നിന്നും എങ്ങനെ ഭഗവാനിലേക്ക് എത്താം എന്ന് ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് പാശുപത സിദ്ധാന്തം എന്നാണ് പാശുപത സൈദ്ധാന്തികന്മാർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പഠനം നടത്തിയവർ പറയുന്നതും.
ഈ ഒരു കഥയിൽ ഈ ഡ്യുവലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കഥകൾക്ക് ഒരുപാട് പ്രാധാന്യവും ഉണ്ടാവും. അപ്പം പാശുപത സിദ്ധാന്തത്തിൽ നിന്ന് നമ്മൾ നകുലീശ അല്ലെങ്കിൽ ലഘുലീശ പാശുപതത്തിലേക്ക് പോവാം. നകുലീശൻ അഥവാ ലഘുലീശനാണ് ഈ ലഘുലീശ പാശുപത സിദ്ധാന്തത്തിൻ്റെ സ്ഥാപകൻ. നകുലീശൻ എന്നും കാണും, ചിലയിടത്ത് ലഘുലീശൻ എന്നും കാണും. അപ്പം ഈ ലഘുലീശൻ അല്ലെങ്കിൽ നകുലീശൻ എന്നുള്ള പേര് ഒരുപാട് പുരാണ ഗ്രന്ഥങ്ങളിലും അനേകം ശിലാലേഖനങ്ങളിലും ഒരുപാട് ശൈവ സംബന്ധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഈ ലഘുലീശ എന്നുള്ള പേരും ലഘുലീശ പാശുപതത്തിൻ്റെ കൾട്ടുകളും അതിൻ്റെ കുറേ കാര്യങ്ങളും ചിഹ്നങ്ങളുമൊക്കെ കാണുന്നും ഉണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ലഘുലീശ പാശുപതമാണ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ നമസ്കാരം.